പലതരത്തിലുള്ള മനുഷ്യരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ശുശ്രൂഷ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആഴ്ച കണ്ട ഒന്ന് രണ്ട് മനുഷ്യരെ പറ്റി പറയുമ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്, ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ച് ഇച്ചിരി ഓവറായിട്ട് മദ്യപിച്ച ഒരാൾ വരികയുണ്ടായി. അപ്പോൾ ഇപ്രകാരം എന്നോട് വന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആളാകെ കുഴഞ്ഞ് മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതിന് കൊടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇച്ചിരി നോർമലായിട്ടൊക്കെ വരുന്നുവെന്ന് കണ്ടപ്പോൾ കുറച്ച് ടെസ്റ്റിനൊക്കെ പറഞ്ഞു വിട്ടു. ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ ഞാൻ കരുതി ഇച്ചിരി ഉപദേശിക്കാമെന്ന്. അപ്പോൾ നല്ല തിരക്കാണ് കാഷ്വാലിറ്റി, എങ്കിലും ഇച്ചിരി ഉപദേശിക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞു, ഇനിയും മദ്യപിച്ചാൽ അവയവങ്ങളൊക്കെ അടിച്ചു പോകും, മദ്യപിക്കരുതെന്നും കുറേ കാര്യങ്ങളൊക്കെ കുറേ നേരം ഞാൻ ഇങ്ങനെ സംസാരിച്ചു. എല്ലാം അദ്ദേഹം തലയാട്ടി സമ്മതിച്ചു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ട്രിപ്പിന് പറഞ്ഞു, ഒരു ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇച്ചിരി ആരോഗ്യവാനൊക്കെ ആയി എൻ്റെ അടുത്ത് മടങ്ങി വന്നു. വളരെ സന്തോഷത്തോടെ കൈകൂപ്പിയൊക്കെ മടങ്ങി വന്നു. ഇപ്രകാരം ചോദിച്ചു, ഇന്നൊരു പെഗ് അടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ. മറ്റൊരു കൂട്ടം മനുഷ്യർ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ചയാണ്, സർജറിയിലായിരുന്നു. ഇപ്പോൾ സർജറിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് റൂളെന്ന് പറയുന്നത്, എല്ലാ പ്രായക്കാരെയും അമ്മ അച്ഛനെന്ന് വിളിക്കണമെന്നതാണ്. അപ്പോൾ ആ ഒരു അമ്മ അച്ഛൻ, ഒരു അച്ഛൻ, അദ്ദേഹം കാലിൽ അൾസറാണ്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വന്നിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയാസൊക്കെ ഒത്തിരി അവൈലബിളായി, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളൊക്കെ അവൈലബിളായിട്ടൊരു കാലമാണ്. അതൊക്കെ യൂസ് ചെയ്യണം. രോഗങ്ങൾ കഴിയുന്നതും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് ഈ കഷ്ടപ്പാടുകൾ ഈ 2-3 ആഴ്ച കൊണ്ട് കാണുന്നുണ്ട്. സർജറിയിൽ മുറിവുകൾ, ഈ മുറിവെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന മുറിവുകൾ പോലെയൊന്നും അല്ല, ഒരു കാല് മുഴുവൻ മുറിവ്, അങ്ങനെ പലതരത്തിലുള്ള മുറിവുകൾ. അപ്പോൾ ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ പഴുപ്പ് കാലിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഞാനായിരുന്നു ചെയ്തത്. നല്ല വേദന എടുക്കുന്ന ഒരു സന്ദർഭമാണ്. അദ്ദേഹം ആ വേദന കൊണ്ട്, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുള്ളൂ, എങ്കിലും വേദനിക്കും. അത് നല്ല വേദനിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം വേദന കൊണ്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഒരുവിധം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ആ അമ്മ ഇങ്ങനെ ഒരു കൊന്തയുണ്ട്, ആ കൊന്തയും പിടിച്ച് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ കുഴപ്പമില്ല, എല്ലാം ശരിയാവും, പ്രാർത്ഥിക്കാം, ദൈവം പെട്ടെന്ന് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇന്ന് ഒത്തിരി കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഇപ്രാരം പറഞ്ഞു, മോനെ വേറെ ആരും ഇല്ല, പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, പിന്നെ എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനൊന്നും തോന്നിയില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പലതരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മളെല്ലാം ഓരോ ദിവസവും കാണുന്നത്, അല്ലേ? നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യർക്കും നമ്മളോട് ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. എനിക്കും നിങ്ങളോടൊരു കഥ പറയാനുള്ളത് പോലെ. അങ്ങനെ ആത്മീയതയിലേക്ക് വരുമ്പോഴും 4 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മനുഷ്യർ. അതായത് ഇവർക്ക് ദൈവത്തെ ഇവർ അന്വേഷിക്കാറില്ല, ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കാറില്ല, ദൈവം ഉണ്ടോ എന്നോ ഒന്നും ആലോചിക്കാറില്ല. എന്താ, ഭക്ഷിക്കുക, ഉറങ്ങുക, നാളെ മരിക്കുമല്ലോ എന്ന ചിന്ത. വേദപുസ്തകം ഇങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത്, സങ്കീർത്തനം 53-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വചനം ഇപ്രകാരം പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നോക്കിയേ, ദൈവം നോക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ഉണ്ടോ എന്ന്. അപ്പോഴേക്കും അതിനുത്തരമായിട്ട് മറ്റൊരു ഉത്തരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ലും 8-ലും നമ്മൾ ഇപ്രകാരം കാണുകയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും
നോക്കി അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 18 മുതൽ തുടർന്നുള്ള ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. 20 മുതലുള്ള വചനങ്ങൾ. അവൻ്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നോക്കിയേ, ദൈവത്തെ അന്വേഷിക്കേണ്ടുന്ന മനുഷ്യൻ അത് ചെയ്യാതെ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്ന്, മൂഢരായിത്തീർന്ന്, ജ്ഞാനികളെന്ന് സ്വയമേ ചിന്തിച്ച് മൂഢരായിത്തീരുന്ന ഒരവസ്ഥ. 1-ാമത്തെ തലത്തിലുള്ള മനുഷ്യൻ അതാണ്, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ. അവിടെ നമുക്കൊരു ചിന്തയെന്ന് പറയുന്നത് നാം ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തിയ ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് ഒരു നിരീശ്വരവാദിയുണ്ട്, പേര് ലീ സ്ട്രോബൽ എന്നാണ്. ലീ സ്ട്രോബൽ. അതുപോലെ ഫ്രാൻസിസ് കോളിൻസ്, ആന്റണി ഫ്ലൂ, ഡോക്ടർ ജെയിംസ് ടൂർ, അലിസ്റ്റർ മെഗ്രാത്ത്, ഇങ്ങനെ ഒത്തിരി നിരീശ്വരവാദികൾ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരാളാണ് ലീ സ്ട്രോബൽ. അപ്പോൾ ഇദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്, അതായത് ഈ കുറ്റാന്വേഷകനായിട്ടുള്ള പത്രപ്രവർത്തകനാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ജീവിതം വളരെ രസകരമായിരുന്നു. അതായത് ഇദ്ദേഹം ദൈവമില്ല എന്നൊക്കെ ഇങ്ങനെ വാദിച്ച് ദൈവത്തിനെതിരെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ യേശുവിൽ വിശ്വസിക്കുവാനായിട്ട് ആരംഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിക്കുന്നത് പോലെയായിരുന്നു. ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ദൈവം ഇല്ല, യേശു ഇല്ല എന്ന് തെളിയിക്കണമെന്ന് തീരുമാനിച്ചു. അതിന് അദ്ദേഹം ചരിത്രം ചികഞ്ഞു, ശാസ്ത്രത്തെ ആശ്രയിച്ചു. ഫോറൻസിക് വരെ പോയി. അപ്പോൾ ഇത്രയെല്ലാം പിന്നിട്ടപ്പോൾ അദ്ദേഹം അത്ഭുതകരമായിട്ടൊരു കാര്യം മനസ്സിലാക്കി, യേശുവിനോളം ചരിത്രത്തിൽ തെളിവുള്ള മറ്റാരും ഇല്ല എന്ന്. അത്രത്തോളം തെളിവുകൾ ചരിത്രത്തിലായാലും ശാസ്ത്രത്തിലായാലും ഈ പ്രകൃതിയിലായാലും ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ദൈവം തന്നെ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. 2-ാമത്തെ തട്ടിൽ വരുന്ന മനുഷ്യർ, അവർക്കും ദൈവവുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ അവർ മതപരമായിട്ട് ഭയങ്കര ആക്റ്റീവാണ്. മതത്തിൽ ജീവിക്കുന്നവർ, റിലീജിയസ് പേഴ്സണാലിറ്റീസ്, മതത്തിൻ്റെ വക്താക്കൾ, അങ്ങനെയുള്ള ഒരു തട്ടിൽ വരുന്ന ആൾക്കാർ. ഞാൻ 4 തട്ടിലെ ആൾക്കാരെ പറ്റി പറയും. 4 തട്ടിൽ ഏതിലാണ് നിങ്ങൾ വരുന്നത്, നിങ്ങളും ഞാനും വരുന്നത് എന്ന് സ്വയം ശോധന ചെയ്യുക. അപ്പോൾ 2-ാമത്തെ തട്ടിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ റിലീജിയസ് പേഴ്സണാലിറ്റീസ് ആണ്. അതായത് മതത്തിൻ്റെ വക്താക്കളാണ്, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ദൈവമായിട്ട് ബന്ധം ഒന്നുമില്ല. ഒന്നാമതായിട്ട് നീതിമാന്മാർ എന്ന് തോന്നും. ഈ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് നോക്കിക്കോളൂ, നമ്മളുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് ആലോചിക്കണം. എന്നിട്ട് 4-ാമത്തെ തട്ടിൽ വരുമ്പോൾ ഞാൻ ഒരു മർമ്മം പറഞ്ഞു തരും. ആ മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് 4-ാമത്തെ തട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ തട്ടിൽ വരുന്ന 2-ാമത്തെ തട്ടിൽ വരുന്ന ഇവരുടെ പ്രത്യേകത, നീതിമാന്മാരെന്ന് തോന്നും, ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കും, പുറമേ ആരാധനയുടെ ഭയങ്കര നിറകുടങ്ങളായിരിക്കും അങ്ങനെയുള്ള മനുഷ്യർ. അപ്പോൾ മത്തായി 15:8, 2 തിമോത്തിയോസ് 3:5 ഈ ഭാഗങ്ങളിലാണ് നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നീതിമാന്മാരെന്ന് തോന്നും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവിക നീതി ഇല്ല. 2-ാമതായിട്ട് അവർക്ക് വചനം അറിയാം, പക്ഷേ അവർ അത് പ്രാവർത്തികമാക്കാറില്ല. വചനം പ്രവർത്തിക്കുവാൻ, ജീവിതത്തിൽ വചനത്തെ ഫോളോ ചെയ്യുവാൻ അവർ ശ്രമിക്കാറില്ല. യാക്കോബിന്റെ ലേഖനം 1:22 നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാം. 3-ാമത്, നല്ല പ്രവൃത്തികൾ വിശ്വസിക്കുന്നവരാണ്, നന്മ ചെയ്യുന്നവരാണ് എന്ന് കരുതുന്നവരാണ്, പക്ഷേ ഒപ്പം
മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്നവരുമാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വേദഭാഗത്തിൽ നമുക്ക് 2 വ്യക്തികളെ കാണാം, ഒരു പരീശനെയും ഒരു ചുങ്കക്കാരനെയും. നോക്കി, ആ പരീശ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതെന്നാ പറഞ്ഞത്. ഞാൻ ഇന്നതെല്ലാം ചെയ്യാറുണ്ട്. എന്നിട്ട് അവസാനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയും അല്ല എന്ന്. ഒന്ന് ആലോചിച്ചേ, നമ്മൾ ഓരോരുത്തരും ഇതുപോലെയല്ലേ? നാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു, അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ അല്ലേന്നൊന്നും നാം അറിയുന്നില്ല. നാം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് നാം മറ്റുള്ളവരെ കമ്പയർ ചെയ്യാറുമുണ്ട്. ഒന്നാലോചിക്കുക, നാം കമ്പയർ ചെയ്യേണ്ടത് നമ്മെ യേശുവുമായിട്ട് മാത്രം, അതല്ലാതെ ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യനുമായിട്ട് നമ്മെ കമ്പയർ ചെയ്യരുത്. 4-മതായിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മുകളിൽ അവരുടെ പാരമ്പര്യത്തെ അനുസരിക്കും. ചിലർ ഈ വചനമൊന്നും അനുസരിക്കാറില്ല. അവർ ഫോളോ ചെയ്തു വരുന്ന പാരമ്പര്യം, സമ്പ്രദായം, ഇതായിരിക്കും അവർ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7:8 മുതലുള്ള ഭാഗത്ത് നമ്മളിത് കാണുന്നുണ്ട്. 5-മതായിട്ട്, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി നീതി ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, മറ്റുള്ളവർ കാണെ ഉപവസിക്കുന്നവരായിരിക്കും. മത്തായി 6-ാം അധ്യായത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കിയേ, അങ്ങനെയുള്ള ഒരു തട്ടിൽ മറ്റുള്ളവരെ കാണിക്കേണ്ടുന്നതിന് വേണ്ടിയുള്ള ആത്മീയത. 6-മതായിട്ട്, മതത്തെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വർഗം. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കാണുവാനായിട്ട് സാധിക്കും അല്ലേ? മതത്തെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ഇടയിലുണ്ട്, പള്ളികളിലുണ്ട്. പള്ളി രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കും. അവിടെ ക്രിസ്തു ഇല്ല. 7-മതായിട്ട്, തങ്ങളെ തിരുത്തുന്നത് ഇഷ്ടമില്ലാത്തവർ. നമ്മളെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഇഷ്ടമില്ല അവർക്ക്, അല്ലേ? നമുക്ക് ആരെങ്കിലും തെറ്റ് പറഞ്ഞു തരുന്നതേ ഇഷ്ടമില്ല. ആ തെറ്റാണെന്ന് അംഗീകരിക്കുന്ന ഇഷ്ടമില്ല. എല്ലാവരും പുകഴ്ത്തുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് പ്രശംസ ലഭിക്കുന്നില്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും. 8, മത നിയമങ്ങളെ അനുസരിക്കും, പക്ഷേ കരുണ, വിശ്വസ്തത, നീതി, ഇങ്ങനെയുള്ള ഒന്നും ജീവിതത്തിൽ കാണില്ല. പരീശന്മാരെ പോലെ മതത്തിന്റെ എല്ലാ നിയമങ്ങളും ഫോളോ ചെയ്യുന്ന ചതക്കുപ്പ. അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മത്തായി 23:23. ഇതിനെല്ലാം പതാരം കൊടുക്കും, പക്ഷെ കരുണയില്ല, നീതിയില്ല, വിശ്വസ്തതയില്ല, ഇതൊന്നും ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല. 9-മതായിട്ട്, വിശ്വാസം പറയും, പക്ഷെ സ്നേഹം ഒന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. 10-മതായിട്ട്, മറ്റുള്ളവരുടെ വിശ്വാസം കൂടെ തെറ്റിച്ച് അവർക്ക് ലഭിക്കാനുള്ള ദൈവരാജ്യം കൂടെ നശിപ്പിക്കും. 11-മതായിട്ട്, അവർ സ്വയമേ വെളിച്ചമെന്ന് അവകാശപ്പെടും, പക്ഷേ ഇരുട്ടിലായിരിക്കും വസിക്കുന്നത്. കാരണം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, 1 യോഹന്നാൻ 2:10-11 സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, പക്ഷേ അപ്പോൾ സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുളിൽ ഇരിക്കുന്നവരും ഇരുളിൽ വസിക്കുന്നവരും ആയിരിക്കും, പക്ഷേ സ്വയമേ വെളിച്ചമെന്ന് അവർ അവകാശപ്പെടും. 11-മതായിട്ട്, ദൈവത്തിൻ്റെ നാമം അവർ ഉപയോഗിക്കും, വ്യർത്ഥമേ അല്ലെങ്കിൽ വ്യാജേന ഉപയോഗിക്കും. ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക. മഹാപുരോഹിതനായ സ്കേവ എന്നൊരു വ്യക്തിക്ക് 7 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ 7 മക്കളും കൂടെ ഒരു ദിവസം ഒരു ഭൂതത്തെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ഈ 7 മക്കൾ ഒരു കാര്യം തീരുമാനിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഒരു പരിചയമില്ലാത്ത കാര്യം അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഭൂതത്തെ പുറത്താക്കാനായിട്ട് തീരുമാനിച്ചു. അതിനവർ ചെയ്ത ഇപ്രകാരമാണ്: പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആണയിടുന്നു എന്ന് അവർ പറയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ദുരാത്മാവുള്ള മനുഷ്യൻ ഇവരുടെ മേൽ ചാടി വീണ് ഇപ്രകാരം പറയുകയുണ്ടായി: യേശുവിനെ എനിക്കറിയാം, നിങ്ങൾ പറയുന്ന പൗലോസിനെയും പരിചയമുണ്ട്, പക്ഷെ നിങ്ങൾ ആരാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് നഗ്നരായിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നവർ. 12-മതായിട്ട്, കർത്തൃത്വം എന്ന അധികാരം. നമ്മൾ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കർത്തൃത്വം അവന് കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കുക. നമ്മൾ ദൈവത്തെ, യേശുവിനെ കർത്താവേ 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 എന്ന് 1000 തവണ വിളിക്കാറുണ്ട്, പക്ഷെ ഒരിക്കലെങ്കിലും കർത്തൃത്വം അവന് കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കുക. ഇങ്ങനെയുള്ളവർ വരുന്ന ഒരു തട്ടാണ് 2-മത്തെ തട്ട്. 3-മത്തെ തട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ തട്ടിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ഉള്ളത്തിൽ ഇതിലേതെങ്കിലും ക്യാരക്ടേഴ്സ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് ജിജു അല്ല സംസാരിച്ചത്, പരിശുദ്ധാത്മാവാണ്.
നിങ്ങളോട് മാത്രമല്ല എന്നോടും കൂടെ ആ ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വയം ശോധന ചെയ്ത് അതെന്ത് ചെയ്യാം, അതെല്ലാം മാറ്റി കർത്താവിൻ്റെ മുന്നിൽ താഴ്മപ്പെട്ട് മാനസാന്തരപ്പെടാം. മൂന്നാമത്തെ തട്ട്, അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ ദൈവമായിട്ട് ഒരു ബന്ധമില്ല. രണ്ടാമത്തെ തട്ടിലേക്ക് വന്നപ്പോൾ അവർ റിലീജിയസ്, ബാക്കിയുള്ളവർ കാണുമ്പോൾ അവരെ ദൈവമായിട്ട് ബന്ധമുള്ളവരും തോന്നും, പക്ഷെ ഒന്നുമില്ല. മൂന്നാമത് ഈ തട്ടിൽ നമ്മൾ പലരും കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ല തലമാണ്, ഇച്ചിരി ആശ്വാസം വരുന്ന ഒരു തലമാണ് കേട്ടോ, നമ്മൾ പലരും ഈ ഒരു തട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തലം എന്ന് പറയുന്നത് ഇതാണ്: ദൈവത്തെ എല്ലാ കാര്യത്തിനും ക്ഷണിക്കുന്നവരാണ്. നല്ല കാര്യമല്ലേ, ദൈവത്തെ എല്ലാ കാര്യത്തിലും ക്ഷണിക്കുന്നവർ. നമ്മളിന്ന് പാഠഭാഗമായിട്ട് വായിച്ച യോഹന്നാൻ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, കാനായിലെ കല്യാണം അല്ലേ, അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഇതാണ് എൻ്റെ വിഷയം കേട്ടോ, അതിനുവേണ്ടിയാണ് നമ്മൾ ആ 11 വാക്യങ്ങൾ വായിച്ചത്. ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവിടെ യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നത് പോലെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും, നമ്മൾ യേശുവിനെ ക്ഷണിക്കും അല്ലേ. കർത്താവ്, ഞാൻ എക്സാമിന് പോവുകയാണ്. എബി പ്രാർത്ഥിക്കാറില്ലടാ? യെസ്. എന്താ കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് എക്സാമിന് പോവുകയാണ്, അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ കർത്താവ് വണ്ടി എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്താ എല്ലാ കാര്യത്തിനും അല്ലേ, എന്താ പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആ രോഗികളെ നോക്കാൻ പോവുകയാണ്, കൈയോടല്ലേ കൂടെ ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മളെല്ലാവരും കർത്താവിനെ ക്ഷണിക്കുന്നവരാണ് അല്ലേ, നമ്മുടെ ആവശ്യങ്ങളിൽ, ആവശ്യ തലങ്ങളിലേക്ക്. അങ്ങനെ ഒരു തലം, ഈ തലത്തിൽ അത്യാവശ്യം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ 4-മത് ഒരു തലമുണ്ട്. ഈ തലം പറഞ്ഞ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കും. 4-മത്തെ തലം എന്ന് പറയുന്നത്, ഇത്രയും നേരം നമ്മൾ കർത്താവിനെ ഇങ്ങോട്ട് ക്ഷണിക്കും, അതാണ് 3-മത്തെ തലം കേട്ടോ. അത് ഭയങ്കര വലിയ ആത്മീയത. അതെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും വേണം, മിനിമം അതെങ്കിലും വേണം. അപ്പോൾ അതിനപ്പുറത്ത് 4-മത്തെ ആത്മീയത എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുക എന്നതാണ്. ഹാനോക്കിൻ്റെ തലം എന്നൊക്കെ പറയും. അതായത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക, അപ്പൻ്റെ കൈപിടിച്ച് മക്കൾ നടക്കുന്നത് പോലെ അപ്പൻ്റെ ഇഷ്ടത്തിലേക്ക് നടക്കുക. ഈ 3-മത്തെ തലത്തിൽ നമ്മൾ ദൈവത്തെ, അപ്പാ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കണം, ഇന്ന് ഞാൻ അവിടെ പോകുന്നുണ്ട് കൂടെ ഇരിക്കണം, ഇന്ന ആളിനെ കല്യാണം കഴിക്കാൻ പോകുന്നു കൂടെ ഇരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും ഓക്കെ, നമ്മളെല്ലാം ഇങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തിനെ പിടിച്ചിഞ്ഞ് വലിക്കുകയാണല്ലേ. അതിന് പകരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കൊന്ന് വിട്ടുകൊടുത്തേ. അപ്പൻ്റെ ഇഷ്ടം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എന്നെപ്പറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അതാണ് ഏറ്റവും വലിയ ആത്മീയത. അങ്ങനെ ജീവിച്ച കുറച്ച് മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് ഉൽപ്പത്തി 6:9 നമുക്ക് നോഹയെ കാണാനായിട്ട് കഴിയും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന വചനത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, ഈ നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് കാണുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്, നോഹ ഒരു പെട്ടകം, ദൈവം പറയുന്നുണ്ട് നീ പോയൊരു പെട്ടകം പണിയുവാനായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും നോഹെ നമ്മളെപ്പോലെ, ഇപ്പം ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഈയിടയ്ക്ക് ഒരാൾ പെട്ടകം പണിതത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഒരാൾ പെട്ടകം പണിതതൊക്കെ വേറെ രാജ്യത്താണ്, ഒരു പ്രോഫറ്റ്, എന്തോ ഒരു പ്രോഫറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരും കേട്ടോ, അതിലൊന്നും വിശ്വസിച്ച് പോയി വീഴരുത്. അപ്പോൾ ഇത് പണ്ടത്തെ കാലത്ത് സംഭവിച്ച ഒരാളാണ്. ഇപ്പോൾ ഒരാൾ ഏതോ ഒരു രാജ്യത്തിൽ ഒരു പ്രൊഫറ്റ് എന്ന് സ്വയമേ അവകാശപ്പെടുന്ന ഒരാൾ ഒരു പെട്ടകമൊക്കെ ഇതേപോലെ പണിതു. ഒത്തിരി പേര് ഈ പെട്ടകത്തിലേക്ക് കയറാനായിട്ട് വന്നു. പറഞ്ഞ ദിവസം വെള്ളപ്പൊക്കമൊന്നും വന്നില്ല. അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വെള്ളപ്പൊക്കം മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആത്മീയത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ഈ നമ്മുടെ നോഹ പണ്ട് ഇങ്ങനെ ഒരു പെട്ടകം പണിതു. എല്ലാവരും പറഞ്ഞു ഈ മനുഷ്യന് ഭ്രാന്താണ്. നോക്കി, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ എപ്പോഴും പരവതാനിയാണ് കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത്, പർദീസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ തല്ലായിരിക്കും കിട്ടുന്നത്. അതിലും ദൈവസമാധാനം കാണും. നോക്കിയേ, ആ നോഹയും കുടുംബവും മാത്രമാണ് ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ പഴിചാരിയവരും കുറ്റം പറഞ്ഞവരും ആരും ഒരു മനുഷ്യനും ആ ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടില്ല. ദൈവഹിതം ചെയ്ത ഒരു മനുഷ്യൻ അവൻ ഏത് അപകടത്തിലും രക്ഷപ്പെടും എന്നല്ല, അപകടത്തിൽ രക്ഷപ്പെടണം എന്നത് ദൈവഹിതമെങ്കിൽ അവൻ രക്ഷപ്പെടും. ആ അപകടത്തിൽ അവനോടൊപ്പം
ദൈവം നിൽക്കും. അതാണ് ആത്മീയത. അതായത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പ്രാർത്ഥിച്ച ആ തീയെ മാറ്റിയില്ല. ആ തീയിൽ പകരം ദൈവം അവരോടൊപ്പം ഇറങ്ങി നിന്നു. ഒരു തലമുടി നാര് പോലും കത്തിപ്പോകാതെ ദൈവം അവരോട് കൂടെ നിന്നു. ഉൽപ്പത്തി 18:16 നമ്മൾ മറ്റൊരാളെ കാണുകയാണ് കേട്ടോ. ഞാൻ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ ഇവരെ പോലെ ആവാനായിട്ട് കൊതി മനസ്സിൽ വരണം കേട്ടോ. ഒത്തിരി നാളായിട്ട് ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ എന്താ, ചാടി വീണ് ഭക്ഷിക്കുന്നത് പോലെ, അതേപോലെ അല്ലെങ്കിൽ ഒട്ടും വെള്ളം കിട്ടാതിരുന്നിട്ട് ഇപ്പോൾ ആറിൻ്റെ അങ്ങോട്ടേ പോയി അവിടെ നിന്ന് വേണമെങ്കിൽ ചാടി വീണ് വെള്ളം കുടിക്കും. അതുപോലെ അത്രയും ദാഹത്തോടെ ഈ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള കൊതി വർദ്ധിപ്പിക്കുക. 18:16 ഉൽപ്പത്തി 18:16, അതുപോലെ യാക്കോബ് 2:23, യെശയ്യാവ് 41:8, 2 ദിനവൃത്താന്തം 20:17. ഇവിടെ എല്ലാം നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന്. നോക്കിയേ, ദൈവം സോദോമിനെയും ഗോമോറയും നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദൈവം ഇപ്രകാരം ചിന്തിക്കുക, ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാതെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഇത് മറച്ചു വെക്കുമോ എന്ന്. നോക്കി, ഒരു സ്നേഹിതനെ പോലെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു. ഒരു സ്നേഹിതനെ പോലെ അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു കൊതിയില്ല ദൈവത്തെ ഒരു സ്നേഹിതനെ പോലെ എന്നും എന്താ ഒരു സ്നേഹിതന്റെ ലെവലിലേക്ക് മാറാനായിട്ട് ഒരു ആഗ്രഹം ഇല്ല. എന്നാൽ അതുപോലെ മാറുക. അബ്രഹാം ഒരു സ്നേഹിതൻ എന്ന വണ്ണം അവർ പരസ്പരം, ദൈവവും അബ്രഹാമും തമ്മിൽ സംഭാഷണം കഴിക്കുന്നു. 1 ശമൂവേൽ 13:14, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 13:22 വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം ദാവീദിനെ കാണുന്നു. ദാവീദിനെ പറ്റി അവിടെ ഇപ്രകാരം ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു, ഈ പുരുഷനെ എനിക്ക് ബോധിച്ചവനായിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും. എൻ്റെ ഹിതം എല്ലാം ചെയ്യുന്ന ഒരുവൻ. അങ്ങനെ ഒരാൾ നമ്മുടെ മധ്യത്തിലുണ്ടോ? അങ്ങനെ ഒരാളായിട്ട് മാറുക. എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എല്ലാം ചെയ്യാനായിട്ട് താല്പര്യമുള്ള, ദൈവത്തിൻ്റെ ഇഷ്ടം ഒരംശം പോലും കുറയ്ക്കാതെ അത് മുഴുവൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ. 4-ാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3:1 മുതൽ 10 വരെയുള്ള വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അവിടെ പത്രോസിനെയും യോഹന്നാനെയും നമ്മൾ കാണുന്നുണ്ട്. അവർ സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ജന്മന മുടന്തനായിട്ടുള്ള, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അവൻ ഇവരെ കാണുമ്പോൾ ഭിക്ഷ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പത്രോസും യോഹന്നാനും ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് വെള്ളിയും പൊന്നൊന്നും തരാനായിട്ടില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് പറയും. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് പറയുന്നു. അവിടെ യേശുവിനെ നൽകുകയാണ്. നോക്കിയേ പത്രോസും യോഹന്നാനും യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവരിൽ യേശു വസിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ യേശു ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് യേശുവിനെ നൽകുവാനായിട്ട് കഴിയും. നമ്മുടെ ഉള്ളത്തിൽ തന്നെ ആദ്യം യേശു വേണം, എങ്കിലേ നമുക്ക് മറ്റൊരാൾക്ക് യേശുവിനെ നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ പള്ളി പ്രമാണികളായിട്ട് നടന്നിട്ടോ, പരീക്ഷന്മാരായിട്ട് നടന്നിട്ടോ, സദൂക്യരായിട്ട് നടന്നിട്ടോ, എത്ര നിലകൾ പണിതിട്ടോ ഒരു പ്രയോജനവുമില്ല. പകരം ദൈവത്തിൻ്റെ ഹിതമുള്ള ചെയ്യുന്നവരായി, ദൈവത്തോടൊപ്പം കരം പിടിച്ച് നടക്കുന്നവരായി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് മാറുക. അങ്ങനെയുള്ളവരിൽ യേശു ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്നത് പോലെ യേശു മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. 5-ാമതായിട്ടും അവസാനമായിട്ടും ഉൽപ്പത്തി 5:21 മുതൽ 24 വരെയുള്ള വചനത്തിൽ ഹാനോക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടൊപ്പം നടന്നുവെന്ന് നാം കാണുന്നുണ്ട്. എത്ര നിമിഷം ദൈവത്തോട് കൂടെ ഇരിക്കുവാനായിട്ട് കഴിയും. കാട്ടിക്കൂട്ടലുകളില്ലാതെ, സ്വയം ശോധന ചെയ്യുമ്പോൾ പ്രഹസനം ഇല്ലാതെ, എത്ര നിമിഷം, എത്ര മണിക്കൂറല്ല, എത്ര ദിവസമല്ല, എത്ര നിമിഷം യേശുവിനോടൊപ്പം ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയും. സ്വയം ശോധന ചെയ്യുക. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ഒരുപക്ഷെ പിരിയുവാൻ കഴിയാഞ്ഞിട്ടായിരിക്കും ഈ ഹാനോക്കിനുണ്ടല്ലോ ദൈവം എടുത്തുകൊണ്ടുപോയെന്നാണ് പറയുന്നത്. മരണം പോലും കണ്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള
ദൈവത്തോട് കൂടെ നടക്കുന്ന ആ തലമുറ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടും. കർത്താവിൻ്റെ വരവ് അടുക്കുന്നുണ്ട്. അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം 2000 ആണ്ട് കൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് പലരും ആ മണവാട്ടികളെ പോലെ, അല്ലെങ്കിൽ കന്യകമാരെ പോലെ, ബുദ്ധിയില്ലാത്ത കന്യകമാരെന്ന് പറയുന്ന ആ കന്യകമാരെ പോലെ, വിളക്കിൽ എണ്ണയില്ലാതിരുന്ന കന്യകമാരെ പോലെ സഭ ഉറങ്ങിപ്പോയി. ഉറങ്ങുന്ന സഭകളായിപ്പോയി. കർത്താവിൻ്റെ വരവിനെ പറ്റി ചിന്തിക്കാത്ത സഭകളായിപ്പോയി. വെറും ഭൗതിക താല്പര്യങ്ങൾ മാത്രം നൽകുന്ന സഭകളായിപ്പോയി. നോക്കിയേ, മാനസാന്തരപ്പെടുക. കർത്താവിൻ്റെ വരവ് അടുക്കുന്നു. ഒരുക്കപ്പെടുക. കർത്താവിനോട് കൂടെ നടക്കുന്നവനെ കർത്താവ് കൈ പിടിച്ചെടുത്തുകൊണ്ട് പോകും. അത് തടുക്കുവാൻ ആർക്കും സാധിക്കാത്ത ദിവസം വരുന്നു. എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കാം? അതിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന്. അപ്പോൾ എങ്ങനെ പുതുതായി ജനിക്കണം എന്ന് ചോദിച്ചാൽ, എനിക്കിനി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട്, എൻ്റെ അമ്മയും പപ്പയും സഹോദരനൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കടന്നുകൊണ്ട് ഇനി എനിക്ക് ജനിക്കുവാനായിട്ട് കഴിയത്തില്ല. പകരം ദൈവം എന്നിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പുതിയ ജനനം. ദൈവം എന്നിൽ ചെയ്യുന്ന വെറും പാപി മാത്രം ആണ് ഞാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, പാപ പ്രകൃതം മാത്രമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, പാപത്തിൽ ജനിച്ച, പാപകരമായിട്ടുള്ള ഈ ലോകത്തിൽ ജനിച്ച എന്നിൽ നിന്ന് പാപമല്ലാതെ മറ്റൊന്നും പുറപ്പെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുന്നിൽ തകരുമ്പോൾ, നിലവിളിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് പുതിയ ജനനം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ദൈവം നമ്മുടെ ഉള്ളിലൊരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തുന്നു. ആ പുതിയ മനുഷ്യൻ ദൈവത്തിൻ്റെ കരം പിടിച്ച്, ദൈവമേ എന്നല്ല വിളിക്കുന്നത്, അപ്പാ പിതാവേ എന്ന് വിളിച്ച് അവൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അപ്പോൾ ഈ നാളുകളിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൗസ് സർജനാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി രോഗികളെ ഇങ്ങനെ കാണേണ്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവരെയൊക്കെ കാണുമ്പോഴേക്കും വല്ലാത്ത, ഇപ്പോഴും വിഷമമുണ്ടെങ്കിലും വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വല്ലാതെ ഇവർ ഈ വേദന കൊണ്ട് ഞരങ്ങുന്ന കാഴ്ചകൾ ആദ്യ സമയത്ത് കാണുക എന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നതാണ്. ആദ്യം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത് ഇതെല്ലാം ചെയ്യുക. ഇതെല്ലാം ഈ പഴുപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ, ഭയങ്കര പെയിനാണ് അത് എടുത്തൊക്കെ മാറ്റുമ്പോൾ. കാലിൽ സെല്ലുലൈറ്റിസ്, വേരിക്കോസ് ഒക്കെ വന്നിട്ട് കാലൊക്കെ പൊട്ടി, ഇതാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട കേസ്. അപ്പോൾ ആദ്യം എനിക്കിതൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. വല്ലാത്ത വേദനയായിരുന്നു. ഇങ്ങനെ ഈ വേദനകൾ കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ എടുത്ത്, മുറിവൊക്കെ ഇങ്ങനെ എടുത്ത് അതൊക്കെ ശരിയാക്കുമ്പോൾ, മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നാളെ ഞാൻ ഇത് ചെയ്യേണ്ടതാണ്, എന്തായാലും ചെയ്തേ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ശുശ്രൂഷ. ആ വേദന, ആ ഒരു നിമിഷം രോഗിക്ക് പറ്റിയാൽ നാളത്തെ അവരുടെ വേദന മാറ്റുക, അതാണ് നമ്മുടെ ശുശ്രൂഷ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് എന്തോ ഒരു അനുഭവം ഇങ്ങനെ ഉണ്ടായി, ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായി, എന്നെ തന്നെ ദൈവത്തിന് എറിഞ്ഞു കൊടുക്കുക എന്ന്. എന്നെ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ്ലി എന്നെ തന്നെ അങ്ങ് എറിഞ്ഞു കൊടുക്കുക. ഓരോ ദിവസവും ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നത്, എന്നെ തന്നെ അങ്ങ് എറിഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. എന്താ, നീ കുഷ്ഠരോഗികളെ തൊട്ടില്ലേ യേശുവേ, നീ ശവമത്സ്യത്തെ തൊട്ടില്ലേ, എനിക്കും അതിനുള്ള കൃപ തരണം. നീ എന്നിൽ വസിക്ക് യേശുപ്പാ, നീ വാ, ഇങ്ങ് പോര്, എന്നിൽ വസിക്ക്, എന്നിലൂടെ നീ കാണ്, എന്നിലൂടെ നീ തൊട്, എന്നിലൂടെ നീ സംസാരിക്കുക, എന്നിലൂടെ നീ ആശ്വാസം പകര്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ ദിവസവും പോകുവാനായിട്ട് തുടങ്ങി. ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ കാണുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് ദൈവമാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് ദൈവത്തിന് നമ്മെ തന്നെ എറിഞ്ഞു കൊടുക്കുക. അബ്ബാ, ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അവനങ്ങ് വിട്ടുകൊടുക്കുക. കംപ്ലീറ്റ്ലി സറണ്ടർ തൈസെൽഫ്. നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ കംപ്ലീറ്റ്ലി ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊരു വലിയ ആത്മീയതയുടെ തലമാണ് കേട്ടോ. ഓരോ ദിവസവും
നമുക്കറിയത്തില്ല നാം എവിടെയാണ് പോകുന്നത്, നാം ആരെയാണ് കണ്ടുപിടുന്നത്, നാം ആരോടാണ് സംസാരിക്കുന്നത്, ഇതൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അപ്പൻ നടക്കുന്നു, അപ്പൻ്റെ കരം പിടിച്ച് ഞാൻ നടക്കുന്നു. 4ാമത്തെ തലത്തിലുള്ള ആത്മീയത. ഇതിലേതിലാണ് സഹോദരങ്ങളെ നാം ആയിരിക്കുന്നത്? സ്വയം ശോധന ചെയ്യുക. വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ നാം ചിന്തിച്ചുള്ളൂ. പക്ഷെ ചിന്തിക്കുന്നവന് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. പോയിട്ട് ചിന്തിക്കുക ഈ 4ാമത്തെ തലത്തെപ്പറ്റി. ദാവീദിനെ പോലെ. ദാവീദ് എത്രയോ വലിയ പാപം ചെയ്തവൻ. എന്നാൽ അവനെ പറ്റിയ ദൈവം പറഞ്ഞ ഇവനെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനും തകരുക. നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം തകർന്ന് ഒരു കൊട്ടിമുടി പോലെ തകർന്ന് വീഴട്ടെ, തകർന്ന് തരിപ്പണമാകട്ടെ, ദൈവത്തിൻ്റെ മുന്നിൽ നുറുങ്ങട്ടെ, നുറുങ്ങി വീഴട്ടെ. എന്നിട്ട് അവനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നാം കാണും, അവൻ്റെ നടത്തിപ്പ് നാം കാണും. ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാവൂ. എല്ലാവരും സ്വർഗത്തിലെ ദൈവത്തോടല്ല, അപ്പനോട് ആ ഒരു തലത്തിലേക്ക് വന്ന് അപ്പാന്നൊന്ന് വിളിച്ചേ, കൊതിയോടൊന്ന് വിളിച്ച്. ഈ ആരാധന, ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു സഭയിൽ നടക്കേണ്ടായി. അപ്പാ എന്നൊന്ന് വിളിച്ചേ. എന്ത് സ്വർഗം സന്തോഷിക്കുമെന്നറിയോ നിങ്ങൾ? അപ്പ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു വിളി വരട്ടെ. അപ്പാ എന്ന് കൊതിയോടെ വിളിക്കാൻ കഴിയുമോ? മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ചിലരൊക്കെ മനസ്സിലിങ്ങനെ ഭയങ്കര ഭാരമായിട്ട് നിൽക്കുന്നവരുണ്ട്. നാളെ എന്താകുമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിത ഭാരം, ഇതൊക്കെ എന്താകുമെന്ന് അതൊന്ന് ദൈവത്തിന് സമർപ്പിക്കാവോ. എന്നിട്ട് കൊതിയോട് അപ്പാന്നൊന്ന് വിളിക്കാവോ. അവൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഒന്ന് കൊതിക്കാവോ. നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പറയാവോ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. അപ്പാ, ആ സ്നേഹമാകുന്ന സമുദ്രത്തിലേക്ക് ഞങ്ങളെ തന്നെ എറിയുന്നപ്പാ. അതിൽ ഞങ്ങൾ മുങ്ങട്ടെ അപ്പാ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിറഞ്ഞു കവിയുന്ന സ്നേഹം ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ അപ്പാ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഓ, സൗജന്യമായി ജീവജലം എന്നിൽ നിന്ന് വാങ്ങി കുടിക്കട്ടെ എന്ന് പറഞ്ഞ അപ്പാ, നിന്റെ കരം പിടിച്ച് നടക്കുവാൻ കൊതിക്കുന്നു ഞങ്ങൾ. ഞങ്ങളുടെ സകല പാപങ്ങൾക്കും വേണ്ടി അങ്ങ് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായല്ലോ. അതാകുന്നുവല്ലോ സ്നേഹം. ഞങ്ങൾ അങ്ങേ സ്നേഹിച്ചതല്ലല്ലോ, മുന്നമേ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ സ്നേഹിച്ചതാണല്ലോ. ആ സ്നേഹമാകുന്ന സമുദ്രത്തിന്റെ ദൈവമേ, അതിന്റെ അടിത്തട്ടിലേക്ക് ദൈവമേ
സംസാരിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ ഹൃദയത്തിലും ദൈവമേ അത് പരിവർത്തിക്കണമേ, പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ വചനം കേട്ട് നഷ്ടപ്പെടുത്തി പോകുന്നവരായിട്ടല്ല, ഈ വചനം ഓരോ ദിവസവും ദൈവമേ അത് ഫോളോ ചെയ്യുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. പലവിധമായിട്ടുള്ള ആവശ്യഭാരങ്ങളിൽ നുറുങ്ങുന്നവരിവിടെ ഉണ്ടപ്പാ. ദൈവമേ ഞങ്ങളെക്കാൾ അധികം അങ്ങ് ഞങ്ങളെ നല്ലവണ്ണം അറിയുന്ന അപ്പാ. ഞങ്ങളതെല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ കേട്ടു. ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ കേൾക്കുവാൻ, കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും എല്ലാം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രി ഞങ്ങളുടെ മടക്കയാത്രയിലെല്ലാം